നമസ്കാരം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സഖാക്കന്മാരുടെ ഒരു പ്രചരണം കാണുന്നുണ്ട്. ആലപ്പുഴയിൽ ഒരു പുതിയ പാലം വന്നു അത്രേ. സിനിമയിലൊക്കെ നമ്മൾ കാണാറുള്ള മുപ്പാലം എന്ന് പറയുന്ന പാലം മാറ്റി ഇപ്പം 4 കൂടിയ ജംഗ്ഷനായി അത്രേ. ഇത് നമ്മുടെ കനാലുകൾ, ആലപ്പുഴയിലെ കനാലുകളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായതുകൊണ്ട് തന്നെ അതിലൊരു കാര്യം, കാരണം വലിയ രീതിയിൽ PR വർക്ക് നടത്തുക, കാശ് കൊടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ടീമിനെ വെച്ചിട്ട് ഈ ആലപ്പുഴയ്ക്ക് പുറത്തുള്ളവന്മാർ ചിലപ്പം ഇത് കണ്ടു കാണത്തില്ല. അപ്പോൾ അവരോടായിട്ട് പറയുകയാണ്, ഈ ആലപ്പുഴയ്ക്ക് ഒരു ഭൂതകാലമുണ്ട്. എനിക്ക് തോന്നുന്നു 10-20 കൊല്ലം മുമ്പാണെന്ന് തോന്നുന്നു. KC വേണുഗോപാൽ അന്ന് മന്ത്രിയാണ്. ആലപ്പുഴയിൽ നിന്ന് ജയിച്ചിട്ട് സംസ്ഥാനത്ത് മന്ത്രി, ടൂറിസം മന്ത്രിയാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ, തെറ്റാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഈ ആലപ്പുഴയിലെ കനാലുകൾ, കായൽ മുതൽ കടൽ വരെയുള്ള കനാലുകൾ നവീകരിച്ചതാണ്. അപ്പോൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊന്നും ആലപ്പുഴയിലെ കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല, ചിലപ്പോൾ പുറത്തുള്ളവർക്കും അറിയത്തില്ല. ആലപ്പുഴയിലെ കനാലുകൾ വളരെ ഫേമസ് ആണല്ലോ. ഈ കനാലുകൾ ഒരുപക്ഷെ KCയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അദ്ദേഹത്തിൻ്റെ ആളുകൾ പോലും ഇത് മറന്നിട്ടുണ്ടാകാം. ആലപ്പുഴയിലെ കനാലുകളിലെ ചെളി മുഴുവൻ കോരി 2 വശങ്ങളിലേക്കും അതിനെ സ്ലോപ്പ് ചെയ്ത് അത്യാധുനിക രീതിയിലുള്ള ടൈലുകളിട്ട് അതിനെ പാർക്കുകൾ പോലെ മനോഹരമാക്കി ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആക്കണമെന്നൊരു പദ്ധതി, കനാലുകളുടെ നവീകരണ പദ്ധതി KC വേണുഗോപാൽ കൊണ്ടുവരുന്നു. അന്ന് CPMകാർ പറഞ്ഞത് KCക്കും ഭ്രാന്താണ്, കോൺഗ്രസിനും ഭ്രാന്താണെന്നാണ് പറഞ്ഞത്. ഇതൊന്നും നടക്കാൻ പോണില്ലെന്നാണ് പറഞ്ഞത്. ഏത് CPM? നമ്മുടെ വികസനം മുടക്കിയായ അച്യുതാനന്ദനും G സുധാകരനും ഒക്കെ അരങ്ങുവാഴുന്ന, ഞരമ്പ് തോമസ് ഐസക്കൊക്കെ അരങ്ങുവാഴുന്ന അതേ CPMകാർ പറഞ്ഞ് നടക്കില്ലെന്നാണ്. പക്ഷേ KC അന്നത്തെ UDF ഗവൺമെൻറ് ഒന്നിച്ച് നിന്നപ്പോൾ നടന്നു. ചെളി വാരാനായിട്ട് മറ്റേ നമ്മുടെ JCB ഇതിനകത്ത് കൊണ്ട് ഇറക്കിയപ്പോഴത്തേക്ക് ആൾക്കാരന്ന് CPMകാരൊക്കെ കരയ്ക്കെന്ന് പരിഹസിക്കുമായിരുന്നു, ഉമ്മാർ മണ്ടത്തരം കാണിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ കളിയാക്കിയവരെ കൊണ്ട് കൈയടിപ്പിച്ചുകൊണ്ട് 2 വശങ്ങളും അതിമനോഹരമായി, ഇന്നിപ്പോൾ വീടുകളിലൊക്കെ ടൈലുകളൊക്കെ നമ്മൾ ഗ്രൗണ്ട് ടൈൽസൊക്കെ കാണുന്നുണ്ട്. അന്ന് ആലപ്പുഴക്കാർക്ക് അതൊരു പുതുമയായിരുന്നു. ഇരുവശങ്ങളും ടൈലിട്ട് അത്യാധുനിക രീതിയിലുള്ള ടൈല് നിരത്തി നല്ല രീതിയിൽ ഭംഗിക്കാക്കി 2 വശങ്ങളിലും കടപ്പാക്കല്ലുകൾ ഗ്രാനൈറ്റുകൾ വിരിച്ച് ഇരിക്കാവുന്ന രീതിയിലേക്കാക്കുന്നു. പുതിയ ശില്പങ്ങൾ വരുന്നു. ഇപ്പോഴും അവിടെ ഒരുപാട് ശില്പങ്ങൾ ആ സൈഡിൽ കാണാം. പുതിയ ഷോപ്പുകൾ അതിൽ കനാലുകളോട് ചേർന്ന് തന്നെ പണിയുന്നു. ആ രീതിയിൽ അതുപോലെ അത്യാധുനിക ലൈറ്റ്, നമ്മളിപ്പോൾ വലിയ ബംഗ്ലാവുകളിലോ അല്ലെങ്കിൽ വലിയ ഹോട്ടലിലോ ഒക്കെ കാണുന്ന രീതിയിലുള്ള ഏറ്റവും തൂക്കുവിളക്കുകൾ പോലത്തെ സംവിധാനങ്ങളുണ്ടല്ലോ, അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ലൈറ്റുകൾ ഇതെല്ലാം അവിടെ കൊണ്ടുവന്നിട്ട് ആലപ്പുഴയുടെ അഭിമാനമായ പദ്ധതിയായിരുന്നു അത്. ഇപ്പോഴത്തെ ഒരുപക്ഷെ 25 വയസ്സിൽ താഴെയുള്ളവരൊന്നും ഇത് കണ്ടു കാണത്തില്ല. ഞങ്ങളൊക്കെ ഇത് കണ്ട് ഞെട്ടിയിട്ടുണ്ട്. പക്ഷേ ഈ സാധനം ഭരണം മാറിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? CPMകാർ തന്നെ ഈ ലൈറ്റും ഈ കള്ളക്കമ്മികൾ, ഈ ലൈറ്റും കടപ്പാക്കൽ, CITക്കാരൊക്കെ ഗ്രാനൈറ്റ് അടിച്ചുകൊണ്ട് പോയെന്നാണ് പറയുന്നത്. കാരണം ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, ഈ മരങ്ങളിൽ നിന്ന് പക്ഷിക്കാഷ്ടം വീഴുന്നതുകൊണ്ട് തന്നെ സ്മെല്ല് വരാൻ തുടങ്ങി. അപ്പോൾ ആ ഒരു പ്രശ്നം പരിഹരിച്ചിട്ട് ഇതിനെ ഒരു പാർക്ക് പോലെ നിലനിർത്താൻ അല്ല CPM ശ്രമിച്ചത്. തുടർന്ന് വന്ന CPM സുധാകരനും അച്യുതാനന്ദനും തോമസ് ഐസക്കൊക്കെ മന്ത്രിമാരായിരിക്കുന്ന ആ പാർട്ടി അതിനെ നശിപ്പിക്കാനാണ് ശ്രമിച്ചത്. ഇത്രയും കോടികൾ മുടക്കി നവീകരിച്ച പാർക്ക് പോലെയുള്ള, ഇന്ന് എത്ര വരുമാനം കിട്ടേണ്ട സാധനം, ഇപ്പോൾ നിങ്ങൾ ആലപ്പുഴ ചെന്നാൽ കാണാം പല സ്ഥലങ്ങളിലും ചെറിയ ഷോപ്പുകൾ പോലെ കനാലിൻ്റെ സൈഡിൽ ചെറിയ ഷോപ്പുകൾ കാണാം. അത് പണ്ട് ഈ വഴിയോര കച്ചവടങ്ങൾ ഒഴിവാക്കി അതിനകത്തേക്ക് ആക്കാൻ വേണ്ടിയിട്ട് അന്നത്തെ KCയും ടീമും കോൺഗ്രസ് ഒക്കെ കൂടി ചെയ്തതാണ്. അപ്പോൾ അങ്ങനെയുള്ള ആലപ്പുഴയുടെ പ്രതാപം കണ്ട നമ്മളോടാണ് ഒരു പാലം, ഇട്ടാവട്ട പാലം പുതുക്കി പണിതേച്ചും ഇച്ഛാശക്തി, വിജയൻ്റെ ഇച്ഛാശക്തി കണ്ടോന്ന്. വിജയൻ്റെ ഇച്ഛാശക്തി നീയൊക്കെ അങ്ങ് കണ്ടാൽ മതി കേട്ടോ. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, നമ്മൾ പലവട്ടം പറഞ്ഞിട്ടുള്ളത്, ഇപ്പം കോൺഗ്രസ് ജീവിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ ഹൃദയങ്ങളിലാണ്, കോൺഗ്രസ് വേരുകൾ പടർത്തിയിരിക്കുന്നതെന്ന് നമ്മൾ ആലങ്കാരികമായിട്ട് പറയുമല്ലോ. അതുപോലെ തന്നെ നമ്മൾ മലയാളികളുടെ മറവിയിലാണ്, ഓർമ്മക്കുറവിലാണ് CPM എന്ന് പറയുന്ന ഈ മനുഷ്യവിരുദ്ധ പാർട്ടി വേരുകൾ വളർത്തിയിരിക്കുന്നത്. നമുക്ക് ഇവന്മാർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾ ഓർമ്മയിലുണ്ടെങ്കിൽ ഇവന്മാർക്ക് ആരെങ്കിലും വോട്ട് ചെയ്യുമോ? ഇന്നലെ വരെ തള്ളിപ്പറഞ്ഞ എല്ലാത്തിനെയും പുൽകുന്ന, ഇന്നലെ എല്ലാത്തിനെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റി പറഞ്ഞിട്ട് ഇന്നത് ചെയ്യുന്നത് കാണുമ്പോൾ നമ്മൾ കഴിഞ്ഞ കാലം മറന്നതുകൊണ്ടല്ലേ നമ്മളല്ല ഈ CPMകാർ മണ്ടന്മാർ ഇവർക്ക് വോട്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവന്മാർക്ക് എന്തെങ്കിലും നിലപാടുണ്ടായിട്ടാണോ? അപ്പോൾ ആ മറവി എപ്പോൾ മലയാളികൾ മാറ്റിവെക്കുന്നു, അന്ന് ഈ സാധനത്തെ നമുക്ക് വേരോടെ പിഴുത് അറബിക്കടലിൽ കൊണ്ടിടാൻ പറ്റും. ഇമാതിരി തള്ളും കേട്ടുണ്ട് ഇവന്മാർക്ക് 3 പറഞ്ഞിറങ്ങിയിട്ടുണ്ട്. 1G 2G 3G, ഇനി 3G എന്നാണ് പറയുന്നത്. ജനം അല്ലെങ്കിലും 3G ഇരിക്കുകയാണ് മനുഷ്യൻ. ഇനി PR വർക്കും കൊണ്ടിറങ്ങിയിരുന്നു. ഇവിടെ മനുഷ്യൻ നിങ്ങൾ ഈ നാടിനെ കുട്ടിച്ചോറാക്കി ഇനി ഒരു തലമുറയ്ക്ക് ജീവിക്കാനുള്ള, എനിക്ക് CPMകാരോടാണ് പറയാനുള്ളത്. ഇത് കോൺഗ്രസ്സുകാരെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാർട്ടിക്കാരെയോ അല്ല ഇയാളുടെ ഭരണം ബാധിക്കാൻ പോകുന്നത്. നിങ്ങളെ അടക്കം, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അടക്കം ബാധിക്കാൻ പോവുക. എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചാൽ അത്രയും നല്ലത്. കൂടുതലൊന്നും പറയുന്നില്ല.